ആദ്യം ബിരിയാണിക്ക് വേണ്ട ഗീ റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിലും ഗീയും കൂടെ ഇടുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ബിരിയാണി സ്പൈസസ് ചേർക്കാം. ഞാൻ ഇവിടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് പെരുംജീരകം എന്നിവയാണ് ചേർക്കുന്നത്. അതിനുശേഷം അത് നന്നായി ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ചേർക്കണം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ജീരകശാല അരിയാണ്. റൈസ് ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. റൈസ് ചേർക്കുമ്പോൾ അരമണിക്കൂർ കുതിർത്ത് വെച്ച ബിരിയാണി റൈസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. കുതിർത്ത് വെക്കാത്തതാണെങ്കിൽ എക്സ്ട്രാ 1 വിസിൽ കൂടി കൊടുത്ത് വേവിക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് റൈസിന് 1.5 കപ്പ് ചൂടുവെള്ളം എന്ന രീതിയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തിളപ്പിക്കുക. വെന്തു വരുമ്പോൾ റൈസ് വിട്ട് കിട്ടാനും നല്ല വൈറ്റ് കളറിനും വേണ്ടി അല്പം ലൈം ജ്യൂസ് ചേർക്കാം. അരി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കുക്കർ മൂടി വിസിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആവി പോയതിന് ശേഷം 10-15 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറന്ന് പതുക്കെ ഇളക്കി നോക്കാം. ബിരിയാണിക്ക് വേണ്ട ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ബിരിയാണിക്ക് വേണ്ട എഗ് മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണയോടൊപ്പം ഞാനിന്നിവിടെ അല്പം നെയ്യും കൂടെ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ബിരിയാണിക്ക് വേണ്ട കാഷ്യൂസും റെസിൻസും കൂടെ വറുത്തെടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ 2 സവാള സ്ലൈസായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുന്നത് സവാള ഏറ്റവും തിന്നായി അരിയാൻ പറ്റുന്നോ അത്രയും തിന്നായി അരിഞ്ഞു ചേർക്കുക എന്നാണ്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി ബ്രൗൺ നിറമാകുന്നതുവരെ സവാള വഴറ്റിയെടുക്കണം. അല്പം സവാള ബിരിയാണിയുടെ അവസാനം ചേർക്കുന്നതിനായി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി വറുത്ത സവാള സൈഡിലേക്ക് മാറ്റി അതിലേക്ക് അല്പം പെരുംജീരകവും ബേ ലീവ്സും കൂടി ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1-2 സ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കണം. ജിഞ്ചറും കൂടെ നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഹാഫ് ടൊമാറ്റോയും കൂടെ അരിഞ്ഞു ചേർക്കുക. കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി പൗഡർ, പെപ്പർ പൗഡർ എന്നിവയും കൂടി ചേർത്ത് അല്പസമയം മൂപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം 3/4 സ്പൂണോളം ഗരം മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2-3 സ്പൂൺ തൈരും കൂടി ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വീണ്ടും വഴറ്റിയെടുക്കണം. തയ്യാറായ മസാലയിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗീ റൈസും കൂടെ ഇട്ട് അതിന് മുകളിലേക്ക് അല്പം ഗരം മസാലയും ഫ്ലേവറിന് വേണ്ടി കുറച്ചുകൂടെ നെയ്യും കൂടെ ചേർത്ത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും റെസിൻസും പിന്നെ ഉള്ളിയും കൂടെ ചേർത്ത് ദം ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് സമയത്തേക്ക് അടച്ചു വെച്ച് സ്ലോ ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റിയായ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക.